നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ എല്ലാ തട്ടകത്തിലും സ്ഥാനാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി പ്രചാരണം അവിടെ നടക്കുകയാണ്. ഇതിനിടയിൽ ചില പ്രത്യേകമായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇത്തവണ ഏറെ ശ്രദ്ധ നേടും. ഒരുപാട് വിവാദങ്ങളാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള CPM സ്ഥാനാർത്ഥികളെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK രാഗേഷാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. 16 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 15 പേരും പുതുമുഖങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയം. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ ഒഴിവാക്കിയായിരുന്നു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് PP ദിവ്യയ്ക്ക് CPM സീറ്റ് നൽകിയില്ല. കല്യാശ്ശേരി ഡിവിഷനിൽ നിന്നായിരുന്നു PP ദിവ്യയെ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തത്. ഇത്തവണ PV പവിത്രനാണ് ഇവിടെ CPM സ്ഥാനാർത്ഥി. SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കുന്നുണ്ട്. പിണറായി ഡിവിഷനിൽ നിന്നാണ് അനുശ്രീ മത്സരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും മത്സരത്തിലുണ്ട്. പെർളശ്ശേരിയിൽ നിന്നാണ് ബിനോയ് കുര്യൻ ജനവിധി തേടുക. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്തിലെ BJP സ്ഥാനാർത്ഥികളെയും ബുധനാഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടമായി 42 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF-ൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നേയുള്ളൂ. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഇത്തവണ PP ദിവ്യ ഇല്ലാത്തത്. അത്രയേറെ വിവാദങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിടുന്നതിന് മുൻപ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. വികസനമാണ് ചർച്ചയാവുക എന്നായിരുന്നു CPM-ന്റെ മറുപടി. പ്രതീക്ഷിക്കപ്പെട്ടതുപോലെയാണ് സംഭവിച്ചത്. പാർട്ടി നടപടിയെടുത്ത് തരം താഴ്ത്തിയ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മത്സരിച്ചാൽ ദോഷം ചെയ്യുമെന്ന് നേരത്തെ വിലയിരുത്തിയിരുന്നു. പാപ്പിനിശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ VV പവിത്രനെയാണ് ഇക്കുറി ദിവ്യയുടെ ഡിവിഷനായിരുന്ന കല്യാശ്ശേരിയിൽ CPM നിയോഗിച്ചത്. PP ദിവ്യ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് നോ കമന്റ്സ് എന്നായിരുന്നു CPM ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. നവീൻ ബാബു കേസ് മാത്രമല്ല, ജില്ലാ പഞ്ചായത്തിൽ 2 ടേം PP ദിവ്യ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് CPM മത്സരിക്കുന്ന 16 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. നിലവിലെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഒഴികെ മറ്റെല്ലാവരും ജില്ലാ പഞ്ചായത്തിലേക്ക് പുതുമുഖങ്ങളാണ്. SFI സംസ്ഥാന മുൻ പ്രസിഡന്റ് K അനുശ്രീക്കും CPM സീറ്റ് നൽകി. പിണറായി ഡിവിഷനിൽ നിന്നാണ് മത്സരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനുള്ള കാരണം വ്യക്തമാക്കുകയാണ് PP ദിവ്യ. ഫേസ്ബുക്കിലാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണം. CPM തനിക്ക് വലിയ പരിഗണന നൽകിയെന്നും അത്രത്തോളം പരിഗണന ജില്ലാ പഞ്ചായത്തിൽ ആർക്കും ലഭിച്ചിട്ടില്ലെന്നാണ് PP ദിവ്യ കുറിച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. അതും ചില മാധ്യമങ്ങളിൽ PP ദിവ്യയ്ക്ക് സീറ്റ് നൽകിയില്ല എന്ന ഒരു സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റ് ഇങ്ങനെയാണ്: PP ദിവ്യയ്ക്ക് സീറ്റില്ല. റിപ്പോർട്ടർ, മാതൃഭൂമി, മനോരമ വിലാപം. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു വ്യക്തി 3 തവണ മത്സരിക്കുന്നത് തന്നെ അപൂർവമാണെന്ന്. PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായി. വൈസ് പ്രസിഡന്റ് ചുമതല വഹിച്ചു. 15 വർഷം പൂർത്തിയാക്കി. CPIM എനിക്ക് നൽകിയ വലിയ പരിഗണന ജില്ലാ പഞ്ചായത്തിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ല. ഇതൊക്കെ മറച്ചുവെച്ച് വാർത്താ ദാരിദ്ര്യം കാണിക്കാൻ ഓരോ വാർത്തയുമായി വന്നുകൊള്ളും. വേട്ടപ്പട്ടികളുടെ ചിത്രം ലോഗോ ആക്കി സ്വീകരിക്കുന്നതാ ഈ മാധ്യമങ്ങൾക്ക് നല്ലത്. തിരഞ്ഞെടുപ്പ് കഴിയും വരെയുള്ള എല്ലാ സ്ക്രിപ്റ്റിലും എന്നെ ഉൾപ്പെടുത്തുമായിരിക്കും പ്രതീക്ഷയോടെ എന്നാണ് ദിവ്യയുടെ വിമർശനം. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ ആരോപണ വിധേയാണ് PP ദിവ്യ. കേസിന് പിന്നാലെ ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും CPM മാറ്റിയിരുന്നു. ഏതായാലും പോസ്റ്റിന് താഴെയും സഖാക്കളുടെ പോസിറ്റീവ് കമന്റ്സ് ആണ് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത്. ചില കമന്റുകൾ വായിക്കാം. ഇതിനൊക്കെ എന്തിനാ സഖാവെ മറുപടി നൽകാൻ വിശദീകരിക്കാൻ നിൽക്കുന്നത്? വേട്ടപ്പട്ടികൾ കുരയ്ക്കട്ടെ, എല്ലാറ്റിനെയും മൈൻഡ് ചെയ്യാൻ പോയാൽ അതിനെ നേരം കാണൂ. അടുത്ത കമന്റ്: എടോ മാപ്രകളെ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇത് കോൺഗ്രസ് അല്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യ, പിന്നെ മക്കൾ. ആദ്യം നിങ്ങൾ CPM എന്താണെന്ന് പഠിക്കൂ. കഷ്ടം. സഖാവിന് സീറ്റ് തന്നിരുന്നാൽ ഇന്നത്തെ അന്തി ചർച്ച അതായേനെ. ഏതായാലും എന്താ മാധ്യമങ്ങളുടെ ഒരു സ്നേഹം, ഒരു കരുതൽ. നവീൻ ബാബുവിന്റെ കൊലയാളി ദിവ്യ. ജില്ലാ പഞ്ചായത്തിൽ ഇല്ലെങ്കിൽ എന്താ, അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ ദിവ്യയെ പ്രതീക്ഷിക്കുന്നു. PP ദിവ്യ അടുത്ത നിയമസഭയിലേക്കാണ് പോകുന്നത് എന്ന് ഈ പൊട്ടന്മാർക്ക് അറിയില്ലല്ലോ. ആര്യ രാജേന്ദ്രനും PP ദിവ്യയും അടുത്ത നിയമസഭയിൽ MLA മാരായി ഉണ്ടാകും എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത്.
അതിനിടയിൽ ചില കമന്റുകൾ പി ദിവ്യക്കെതിരെ ഉയരുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ കമന്റുകൾ ഇപ്പോൾ ഇലക്ഷന് മാറി നിന്നാലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഒരു MLA സീറ്റ് തന്നെ പി ദിവ്യക്കായിട്ട് അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള കമന്റുകളാണ് പലരും ഇടുന്നത്. 2024 ഒക്ടോബർ 15-നായിരുന്നു കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിരമിക്കാൻ 7 മാസം മാത്രം ബാക്കിയിരിക്കെ ജന്മനാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബു താമസ സ്ഥലത്ത് ജീവൻ ഒടുക്കുകയായിരുന്നു. സ്ഥലം മാറി പോകുന്നതിന് മുൻപ് കഴിഞ്ഞ വർഷം ഒക്ടോബർ 14 വൈകിട്ട് 4-ന് കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കാതെ എത്തിയ പി ദിവ്യ നടത്തിയ പ്രസംഗമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുറ്റപത്രം. ജില്ലയിലെ പെട്രോൾ പമ്പിന്റെ NOCക്ക് ADM കൈക്കൂലി വാങ്ങിയെന്ന നിലയ്ക്കായിരുന്നു സഹപ്രവർത്തകർക്ക് മുമ്പിൽ ദിവ്യ നടത്തിയ ആ പ്രസംഗം. ഇതിൽ മനംനൊന്ത് ഒക്ടോബർ 15-ന് രാവിലെ താമസ സ്ഥലത്ത് ADMനെ മരിച്ച നിലയിൽ കണ്ടതോടെ വൻ സമരങ്ങൾക്ക് കണ്ണൂർ വേദിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, CPM ജില്ലാ കമ്മിറ്റി അംഗം എന്നീ സ്ഥാനത്ത് നിന്ന് ദിവ്യയെ നീക്കി. മരണവുമായി ബന്ധപ്പെട്ട കേസിലെ ഏക പ്രതിയായ പി ദിവ്യ കുറച്ചുകാലം ജയിലിലുമായിരുന്നു. ദിവ്യ ADM കൈക്കൂലി വാങ്ങിയില്ലെന്നാണ് റവന്യൂ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലും കൈക്കൂലിക്ക് തെളിവില്ല. പമ്പിന്റെ NOCക്ക് കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച് പമ്പുടമ TV പ്രസാദിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ വ്യാജ കത്ത്, പമ്പുടമയുടെ ബിനാമി ഇടപാട് തുടങ്ങിയ കാര്യങ്ങളൊന്നും കാര്യമായി അന്വേഷിച്ചില്ല. ആത്മഹത്യയാണോ അല്ലയോ എന്നത് മാത്രമാണ് അന്വേഷിച്ചതെന്നാണ് ഇതിന് പോലീസ് നൽകുന്ന മറുപടി. ദിവ്യക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചതല്ലാതെ ഗൂഢാലോചനയൊന്നും കാര്യമായി അന്വേഷിച്ചില്ല എന്നതാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രധാന പരാതി. തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ ഹർജി തലശ്ശേരി സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ്. നവീന്റേത് കൊലപാതകമെന്ന് ആരോപിച്ച് സുപ്രീം കോടതിയിൽ വരെ നൽകിയ ഹർജികൾ തള്ളിയതോടെയാണ് തുടരന്വേഷണം എന്ന നിലയ്ക്ക് വീണ്ടും കുടുംബം വിചാരണ കോടതിയെ സമീപിച്ചത്. പ്രതി പി ദിവ്യയോട് ഡിസംബർ 16-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിന്റെ ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നതെന്നും എന്നാൽ അഡീഷണൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് കേസിൽ വളരെ നിർണായകമായ പോയിന്റുകൾ അന്വേഷിച്ചിട്ടില്ലെന്ന് മനസ്സിലായതെന്നും നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നു. 13 കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നത് വ്യക്തമാണ്. പമ്പുടമ TV പ്രശാന്ത് നവീൻ ബാബുവിനെ വിളിച്ചതുമായി ബന്ധപ്പെട്ട ടെലിഫോൺ സംഭാഷണങ്ങൾ ഹാജരാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി ദിവ്യയുടെയും കളക്ടറുടെയും പൂർണ്ണ വിവരങ്ങൾ കുറ്റപത്രത്തിലില്ല. ദിവ്യയുടെ ഭർത്താവ് അജിത്തിന്റെ ഫോൺ വിവരങ്ങൾ മാത്രമാണ് ഹാജരാക്കിയത്. സംഭവത്തിൽ നീതി ലഭിക്കുന്നതിനായി നിയമത്തിന്റെ എല്ലാ വഴികളും തേടുമെന്നും കുടുംബം വ്യക്തമാക്കി. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയെ പ്രതിനിധീകരിച്ചിരുന്ന കല്യാശ്ശേരി ഡിവിഷനിലാണ് ഇപ്പോൾ CPM ലോക്കൽ കമ്മിറ്റി അംഗം VV പവിത്രൻ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ഈ ഒരു വിഷയം വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് തന്നെയാണ് CPM ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പിണറായി ഡിവിഷനിലാണ് മത്സരിക്കുക. കണ്ണൂർ സർവകലാശാല ക്യാമ്പസിലെ ജേർണലിസം വിഭാഗം 2ാം വർഷ വിദ്യാർത്ഥിനിയും SFI പേരാവൂർ ഏരിയ സെക്രട്ടറിയുമായ നവ്യ സുരേഷ് പേരാവൂർ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ ബിനോയ് കുര്യൻ പെർളാശ്ശേരിയിൽ ജനവിധി നേടും. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നും CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പറയാറില്ലെന്നും ഈ പാനലിൽ പ്രസിഡന്റ് ആകാൻ കഴിയുന്ന പലരുമുണ്ടെന്നും എല്ലാവരും അതിന് യോഗ്യതയുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.